കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരി ചുള്ളക്കാട് ഗവൺമെന്റ് UP സ്കൂൾ വളപ്പിൽ നൂറ്റാണ്ട് പഴക്കമുള്ള 2 കൂറ്റൻ പ്ലാവുകൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ പ്രധാനാധ്യാപികയുടെ വാദങ്ങൾ തള്ളി വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റുന്നതിന്റെ മറവിലാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയില്ലാതെ മരം മുറിച്ചു കടത്തിയത്. സ്കൂൾ പ്രവർത്തനങ്ങൾക്കോ വിദ്യാർത്ഥികൾക്കോ ഉപദ്രവമുണ്ടാക്കുന്ന രീതിയിലുള്ള മരങ്ങളാണ് മുറിച്ചുമാറ്റിയതെന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും ഹാജരാക്കാൻ പ്രധാനാധ്യാപികയ്ക്ക് സാധിച്ചിട്ടില്ലെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. മരമുറിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സംഘം മരപ്പണിക്കാരനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നെല്ലിക്കുത്ത് ഈർച്ചമില്ലിൽ നിന്നും മോഷണം പോയ മരത്തടികൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പ്രധാനാധ്യാപിക വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇവിടെ കണ്ടെത്തിയ മരങ്ങൾ സ്കൂളിൽ തിരിച്ചെത്തിയതായോ അവയുടെ വില സർക്കാർ ഖജനാവിലേക്ക് അടച്ചതായോ ഉള്ള വിവരങ്ങളൊന്നും അന്വേഷണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചിട്ടില്ല. മരങ്ങൾ മുറിച്ചു മാറ്റിയ ആൾ ഹൃദ്രോഗിയായതിനാലാണ് പോലീസിൽ വിവരം അറിയിക്കാതിരുന്നത് എന്നായിരുന്നു പ്രധാനാധ്യാപിക വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ മറ്റൊരു വിശദീകരണം. സർക്കാരിന്റെ വിലപിടിപ്പുള്ള സ്വത്ത് സ്വകാര്യ വ്യക്തി കടത്തിക്കൊണ്ടുപോയത് സംബന്ധിച്ച് അധ്യാപിക പറഞ്ഞ ഈ കാരണം സ്വീകാര്യമല്ലെന്നും നിലവിലെ സാഹചര്യത്തിൽ പ്രധാനാധ്യാപികയ്ക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് ചുമത്തിയ കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുകയാണെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ S. സുനിത DDക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 2-നാണ് സ്കൂൾ വളപ്പിൽ നിന്നും വിലപിടിപ്പുള്ള 2 മരം മുറിച്ചു കടത്തിയത്. മരംമുറിക്കെതിരെ സ്കൂൾ മുൻ PTA പ്രസിഡന്റ് P. വിശ്വനാഥൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെയാണ് വിദ്യാഭ്യാസ വകുപ്പും വിജിലൻസും അന്വേഷണം തുടങ്ങിയത്. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.